അമ്പലത്തിൽ വരുന്നുണ്ടെങ്കിൽ വാ, നവരാത്രി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 3 ദിവസം അമ്പലത്തിൽ പോകട്ടോ. അങ്ങനെ ബസ് കയറി കാക്കനാട് പാട്ടുപുരയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വഴിക്ക് രാവിലെ നടന്നു പോകാൻ നല്ലൊരു സുഖമാണ് കേട്ടോ. മഞ്ഞും പിന്നെ ഒരു മനുഷ്യൻ്റെ ബഹളമൊന്നുമില്ല. നോക്കുമ്പോൾ 2 മൈനകൾ അവിടെ എന്തൊക്കെയോ കുത്തിപ്പെറുക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ മൈനയെ കാണരുതെന്നാണല്ലോ. അങ്ങനെ നമ്മൾ ഡബിൾ മൈനയെ കണ്ടു. നേരെ ചെന്നു, ദേവിയെ കണ്ടു, ചന്ദനമൊക്കെ വാങ്ങി. ഇന്നലെ വൈകിട്ട് തന്നെ പൂജവെപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വൈകിട്ടൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കുറേ നേരം പുറത്തിറങ്ങി ഇതുപോലെ പീസ്ഫുള്ളായിട്ടിരിക്കുമ്പോൾ എന്തൊരു സമാധാനം. സൈഡിലേക്ക് നോക്കുമ്പോൾ ദേവിക്ക് വെച്ചിരിക്കുന്ന ഒരുപാട് പൂക്കൾ വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം ദേവിക്ക് സമർപ്പിക്കാനായിട്ട് വാങ്ങാനുള്ള കേട്ടോ. കറുകമാല, കൂവളമാല, തുളസിമാല, പിന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള താമരപ്പൂ മാല കേട്ടോ. അങ്ങനെ ചെത്തിപ്പൂമാലയൊക്കെ നല്ല കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ട്. ദേവിക്ക് പ്രത്യേകം സമർപ്പിക്കുന്നതാണ് താമരപ്പൂവും തുളസിമാലയും കേട്ടോ. അപ്പോൾ അവിടുന്ന് ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ എൻ്റെ ഈ ഒരു മാല വാങ്ങി, അതായത് മുല്ലപ്പൂ മാല. ഇതുകൊണ്ടൊരു ആഗ്രഹമുണ്ട് ഗൈസ്. എന്നാന്ന് വെച്ചാൽ ഇത് നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ തലയിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ 1-2 പൂക്കളൊക്കെ അഴിച്ച് തലയിൽ വെക്കും കേട്ടോ. ഈ മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. പിന്നെ പുറത്തിറങ്ങി കുറേ നേരം വെയിലൊക്കെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞില്ലേ വൈകിട്ട് ഇവിടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വരാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ പറയെടുപ്പൊക്കെ ഉണ്ടായിരുന്നു, അതും കാണാൻ പറ്റിയില്ല. പിന്നെ രാവിലെ നമുക്ക് വരാമല്ലോ. അപ്പം നാളെയും വരണം, 2 ദിവസം കേട്ടോ. ലാസ്റ്റ് വിജയദശമിക്കും നമുക്ക് വരണം. അങ്ങനെ നേരെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 പാലപ്പവും കടലക്കറിയൊക്കെ കഴിച്ചു. ചായ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇനി നേരെ നമ്മൾ പണിയെടുക്കാൻ പോകണം കേസ്. അങ്ങനെ ചൂട് ചായയും അപ്പവും കടലക്കറിയൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഈ മുല്ലപ്പൂമാല ഇവിടെ വെച്ചു. ബായ്.